കർഷകരുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാറായതുകൊണ്ടായിരിക്കണം പിടിച്ചു നിൽക്കണ്ടേ സ്ലോട്ടർ ടാപ്പിങ്ങിന് വേണ്ട നടപടികൾ ആരംഭിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. റബ്ബർ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലയിൽ അവരുടെ പ്രവൃത്തികളെ റബ്ബർ തടിയുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് വിലയിരുത്താൻ. കൃഷി ചെയ്ത് പുത്തൻ പട്ടയിട്ട് പാൽ ചോർത്തുന്ന പണിയുടെ അവസാനത്തിൽ മരമെല്ലാം മൂത്തുപോയതിനാൽ വെട്ടുന്നത് ലാഭകരമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഒന്ന് രണ്ട് കൊല്ലം സ്ലോട്ടർ ടാപ്പിംഗ് അഥവാ കടുമുട്ട് നടത്തുന്നത്. ഈ റബ്ബർ കർഷകർക്കൊക്കെ അറിയാം. പിണറായി മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് മുന്നണി മര്യാദ അനുസരിച്ച് ഏതെല്ലാം വകുപ്പുകളാണ് പാർട്ടിക്ക് ആവശ്യമുള്ളതെന്ന് ചോദിച്ചിരുന്നു. അത് മുന്നണി മര്യാദ അനുസരിച്ച് ചോദിക്കുന്നതാണ്. എല്ലാ പാർട്ടികളോടും ചോദിക്കും. അത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM ആയിരിക്കും അത് ചോദിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ ജലസേചന വകുപ്പ് വേണമെന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എഴുതി കൊടുത്തത്. യഥാർത്ഥത്തിൽ 5 MLA-മാരുള്ള മാണി ഗ്രൂപ്പിന് പ്രധാനപ്പെട്ട ഒന്നിൽ കൂടുതൽ വകുപ്പുകൾ ആവശ്യപ്പെടാമായിരുന്നു. അത് ലഭിക്കുകയും ചെയ്തേനെ. മുൻപ് ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന PJ ജോസഫ് വിദ്യാഭ്യാസവും പൊതുമരാമത്തും ഒരുമിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് പോയിരുന്നത് മറന്നുപോയി കാണും ഇവരൊക്കെ. മാത്രമല്ല, മുന്നണിയിലെ മൂന്നാം ഘടകകക്ഷി എന്ന നിലയിലും 5 MLA-മാരുള്ള കക്ഷി എന്ന നിലയിലും ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാമായിരുന്നു. എന്നാൽ ചോദിക്കാൻ പോയവർക്കൊന്നും അതിന്റെ ഗുണം കിട്ടാത്തതുകൊണ്ടായിരിക്കണം അവരാരും അത് ചോദിച്ചതുമില്ല, മേടിച്ചതുമില്ല. പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ഭരണം കൈയാളാമായിരുന്ന അവസരമാണ് കളഞ്ഞു വിളിച്ചത്. പേരിനു വേണ്ടി ഒരെണ്ണം മാത്രം ചോദിച്ചു വാങ്ങി. മുന്നണിയുമായി ചർച്ചയ്ക്ക് പാർട്ടി നിയോഗിച്ചിരുന്ന താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവായിരുന്നു ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത്. മത്സര രംഗത്ത് ദയനീയമായി പരാജയപ്പെട്ട ഇയാൾക്ക് പാർട്ടിയിലെ തന്നെ മുഖ്യ ശത്രുവായ റോഷി അഗസ്റ്റിൻ 2ഓ 3ഓ വകുപ്പിന്റെ മേധാവിയായി ഇരിക്കുന്നത് കാണാനുള്ള ശേഷിയും ചേംഷിയില്ലായിരുന്നു. കോട്ടയം ജില്ലയിലെ മറ്റൊരു മന്ത്രി വരുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രൊഫസർ N ജയരാജൻ അദ്ദേഹം മന്ത്രിയാകാതെ പോയത്. അതൊക്കെ പഴയ കഥ, കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ചത്ത ഉച്ചിര ജാതകം വഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ പാർട്ടി ചെയർമാൻ മുനമ്പം സമരമെന്നും വനനിയമ ഭേദഗതിക്കെതിരെയുള്ള സമരമെന്നും ഒക്കെ പറഞ്ഞ് പുറത്ത് കറങ്ങി നടക്കുന്നുമുണ്ട്. പക്ഷെ അതുകൊണ്ട് തനിക്ക് എന്ത് പ്രയോജനമെന്നാണ് ഈ താക്കോൽ സ്ഥാനി ചോദിക്കുന്നത്. ജോസ് കെ മാണി ഈ സമരം എന്നൊക്കെ പറഞ്ഞ നടന്നോട്ടെ, പക്ഷെ തനിക്കെന്താ എന്റെ പ്രയോജനം? തനിക്കും തന്റെ വേതാളങ്ങൾക്കും പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 100ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളും 10-12 സാംസ്കാരിക സമിതികളുമുള്ള കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ പോലും നിയോഗിക്കാൻ ഇയാൾ താല്പര്യം കാണിച്ചിട്ടില്ല. ഇതിനിടെ കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്കാരനായ ജില്ലാ പ്രോസിക്യൂട്ടറെ നിർബന്ധപൂർവ്വം രാജിവെപ്പിച്ച് തന്റെ ഒരു ഇഷ്ടക്കാരനെ ആ സ്ഥാനത്ത് നിയോഗിക്കാൻ കളമൊരുക്കി കാത്തിരിക്കുകയാണ്. അത് പാർട്ടിയിൽ കുറച്ചൊന്നുമല്ല വിമർശനത്തിന് അവസരമുണ്ടാക്കിയിരിക്കുന്നത്. മുൻപ് UDF-ലായിരുന്ന കാലത്ത് ഹൈക്കോടതിയിലുള്ള 100-ൽ പരം GP-മാരിൽ ഏകദേശം 30ഓളം പേര് കേരള കോൺഗ്രസ്സുകാരായിരുന്നു. ഇന്ന് അത് വെറും 6ലേക്ക് ചുരുങ്ങി. അതും ചോദിച്ചു വാങ്ങാൻ പോയവരുടെ പിടിപ്പീട് മാത്രമാണ്. പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. സ്ഥാനമാനങ്ങളെല്ലാം എന്റെ സ്വന്തക്കാർക്കും പണപ്പിരിവ് എനിക്ക് സ്വന്തമെന്ന നിലപാടിലുമാണ് ഈ താക്കോൽ സ്ഥാനിയൻ. എരന്ന് തിന്നുന്ന നേതാവ് എന്നാണ് ഒരു പാർട്ടി പ്രവർത്തകൻ പങ്കുവച്ചത്. എരന്ന് തിന്നുന്ന നേതാവ്. കാലം മാറി, കഥ മാറി. ഇനി ഈ മന്ത്രിസഭയുടെ ആയുസ് ഏതാണ്ട് 1 കൊല്ലം കൂടിയേ ഉള്ളൂ. തോർത്ത് കൂട്ടി പിഴിയാനുള്ളത് മുഴുവൻ പിഴിഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് താക്കോൽ സ്ഥാനീയനായി ഈ നേതാവിന് ഓർമ്മ വന്നത്, ഈ മന്ത്രിസഭ പോയാലും പിടിച്ചിരിക്കണ്ടേ, ജീവിക്കണ്ടേ, കഞ്ഞി കുടിച്ചു പോട്ടെ. തന്റെ പാർട്ടിയുടെ മന്ത്രിയുടെ കീഴിൽ വാട്ടർ അതോറിറ്റിയിലെ ഒരു കോൺട്രാക്ട് ലൈസൻസ് എടുത്താൽ മൊത്തം ഊറ്റിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് ഇപ്പോഴാ ഭൂതോദയം ഉണ്ടായത്. അവസാന ഘട്ടത്തിലുണ്ടായ ഈ ഉൾവിളി ഉണ്ടല്ലോ, അത് കാരണം മകനെ കൊണ്ട് ഒരു കോൺട്രാക്ട് ലൈസൻസ് എടുപ്പിച്ചു. അതാവുമ്പോൾ സ്ലോട്ടർ ടാപ്പിംഗ് നടത്താമല്ലോ. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം ചോർത്തിയെടുക്കാം. മന്ത്രിസഭ പോയാലും ഇനി വരുന്ന മന്ത്രിസഭ ഏതായാലും കിട്ടാനുള്ളതൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ലൈസൻസ് എടുത്തത്. ഏതായാലും നേതാവിന്റെ ബുദ്ധി കൊള്ളാം. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മത്സരിക്കാനുള്ളതല്ലേ, അതിന് വേണ്ട പണമൊക്കെ വേണമല്ലോ. ഇതുവരെ കൈക്കൂലിയും കോഴയും ഒക്കെ വാങ്ങിച്ചത് തികയില്ല, ചെലവുകൾ കൂടി വരിക. മത്സരിച്ച് ജയിച്ചില്ലെങ്കിലും പിരിച്ച് വളരാം. പിരിവിനൊരു കുറവുമില്ല. ഒരു കാര്യം കൂടി പറയാതെ അവസാനിപ്പിക്കുന്നത് ശരിയല്ല. വാട്ടർ അതോറിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരും ഇതിനേറെ പമ്പ് ഓപ്പറേറ്റർമാർ വരെ സ്ഥിരം ജോലി ഇല്ലാത്തവര് കൈക്കൂലിയുമായി ഏമാന്റെ വീട്ടിൽ ക്യൂ നിൽക്കുക. ഇവരിൽ നിന്നൊക്കെ 10,000 10,000 പിരിക്കുന്ന പണി ഒന്ന് നിർത്തണമെന്ന് ഈ താക്കോൽ സ്ഥാനീയനായ നേതാവിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇയാൾ നേരിട്ട് മേടിക്കുന്ന അല്ലാതെ ഇയാൾ ഏജന്റുമാരെ വെച്ചിട്ടുണ്ട്.
ആ ഏജന്റുമാരെ സമീപിച്ചാലും മതി. ചില്ലറ കൊടുത്തു എന്ന് കരുതി അവരാരും ഒന്നും അവർക്കാർക്കും അവർ കൊടുക്കുന്ന കാര്യം എന്തിനു വേണ്ടി കൊടുക്കുന്നു ആ കാര്യം നടക്കുന്നുമില്ല. നടന്നെങ്കിൽ ശരി, ഓക്കെ, സമാധാനിക്കാം, ആ കാര്യം നടന്നല്ലോ. എന്നാലും എല്ല് മുറുകിയ പണിയെടുക്കുന്നവർ കാര്യസാധ്യത്തിനായി ഇവന്റെ അടുത്ത് പോയി നേർച്ചയിട്ടുകൊണ്ടിരിക്കുക. ത്രാഗിയും ശപിച്ചും നേർന്നുമാണ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഇവരൊക്കെ ഈ 10,000-10,000 ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വലിയ കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്നും ദശകട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഇരന്ന് വാങ്ങുന്നത് പോലെയല്ല. ഈ പാവങ്ങൾ പ്രാഗിയ തലമുറകൾ ഗതി കിട്ടാതെ പോകുമെന്ന് ചെയർമാൻ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ മന്ത്രി റോഷിയോ അതുമല്ലെങ്കിൽ പാർട്ടിക്കാരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോരുതെന്ന് കരുതി പറയുക.